ഹായ് ഫ്രണ്ട്സ്, അത് അണ്ണാക്കുഞ്ഞിനെയാണ് ചെയ്തോ. എല്ലാവരും ഇത് കണ്ട ഒരു സപ്പോർട്ട് ചെയ്യണേ. ഗ്ലാസ് ഷീറ്റ് വെച്ചാണ് ചെയ്യുന്നേ. ഫ്രണ്ട്സ്, ഇന്ന് മോൻ കുറച്ച് ഇൻട്രഡക്ഷൻ പറഞ്ഞത് കറക്റ്റാണ്. ഒരു OHP ഗ്ലാസ് ഷീറ്റിൽ നിന്നും വളരെ മനോഹരമായിട്ട് നമുക്കൊരു അണ്ണാൻ കുഞ്ഞിനെ കണ്ട് ഞാൻ ചെയ്യുന്നത് സ്ക്വറലിനാണ് ചെയ്യുന്നത്. രണ്ട് പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ് ഷീറ്റാണ്. വളരെ എളുപ്പമാണ്. നമ്മളൊന്ന് പേഷ്യൻസോടുകൂടി ക്ഷമയോടുകൂടി നമ്മളൊന്ന് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യമേ നമ്മളൊരു പ്ലെയിൻ പേപ്പറിൽ ഒരു അണ്ണാൻ കുഞ്ഞിനെ വരയ്ക്കാൻ അറിയാൻ വയ്യാത്തവർ സ്കെച്ച് ചെയ്ത് എടുത്താലും മതി. ട്രേസ് ചെയ്ത് ആ ഒരു ഗ്ലാസ് ഷീറ്റിലോട്ട് ഔട്ട്ലൈൻ ഇട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ ഒരു അണ്ണാൻകുഞ്ഞിനെ നമ്മൾ കട്ട് ചെയ്ത് കണ്ടില്ലേ, ഇതുപോലെ ഷേപ്പാക്കി അണ്ണാൻകുഞ്ഞ് കറക്റ്റ് ഇങ്ങനെ എടുത്ത് പൊക്കി കാണിക്കുന്നത് വെച്ചാൽ ആ ഒരു ഔട്ട്ലൈൻ നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, വെറുതെ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്ന ഒരു ഔട്ട്ലൈനെ നമ്മൾ സ്റ്റാൻഡ് ബൈ സ്റ്റാൻഡാക്കി എടുക്കാൻ വളരെ വളരെ മനോഹരമായിട്ട് ഇതുപോലെ ഒരുപാട് വേറെ ഐറ്റംസുകൾ ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ അതിൻ്റെ അകത്ത് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യമേ നമ്മൾ ഈ ഒരു A4 ഷീറ്റാണ് OHP ഗ്ലാസ് ഷീറ്റ് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. അത് സ്കെയിൽ രൂപേണ നമ്മൾ നീളത്തിൽ ഇതൊരു അഞ്ച് സ്കെയിലുകൾ ആയിട്ടുള്ള ഒരേ വീതി അനുസരിച്ച് കണ്ടില്ലേ എടുത്ത് കാണിക്കുന്ന അത് വീഡിയോയിൽ കാണിക്കുന്നതാണ്. സ്കെയിലുകൾ യോജിപ്പിച്ച് 5 എണ്ണമാണ് ഇതുപോലെ യോജിപ്പിച്ചെടുക്കുന്നത്. ഇനി ആ ഒരു അണ്ണാൻകുഞ്ഞിൻ്റെ ബോർഡറിൽ കൂടെ നമ്മൾ ഇത് മടക്കി വെച്ച് ഓരോ എവിടെയൊക്കെയാണോ മടക്ക് വരുന്നത് അവിടെയെല്ലാം ഈ ഒരു സ്കെയിൽ മടക്കി ഒട്ടിച്ചൊട്ടിച്ച് പോണത് മാത്രമാണ് ഒരു റിസ്ക് എന്ന് പറയുന്നത്. അത് വളരെ സാവകാശം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ വളരെ മനോഹരമായിട്ട് ഇതൊരു വോളായിട്ട്, അതായത് ഒരു മതിൽ പോലെയാണ് നമ്മളത് ഒട്ടിച്ചൊട്ടിച്ച് അതിന് ചുറ്റുമാക്കി എടുക്കുന്നത്. അതിൻ്റെ അകത്ത് വേണ്ടുന്ന തരത്തിൽ ഡിസൈൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഒറിജിനൽ കളർ ഒന്നുമല്ല കൊടുക്കുന്നത്. ഒരു ഗ്ലാസ് ഒരു എന്താ പറയുന്ന ഒരു ഫേക്ക് ഗ്ലാസിൻ്റെ ക്രിയേഷനായിട്ട് തന്നെ തോന്നിക്കും. സൂപ്പർ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ എനിക്ക് എല്ലാം ഇഷ്ടമാണ്, പക്ഷേ ഗ്ലാസ്സും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. കണ്ടില്ല, അത് ഒട്ടിച്ചൊട്ടിച്ചെടുക്കാൻ കുറച്ച് റിസ്ക്കാണ്. ഈ ഒരു നീളത്തിലെല്ലാം ഒട്ടിച്ചൊട്ടിച്ച് നീളത്തിലെടുത്ത് കഴിഞ്ഞ് അതിന് മടക്കി എടുക്കണമെന്നേ ഉള്ളൂ. ഇതിപ്പം നമ്മൾ അതിൽ ഒട്ടിക്കുന്നതിന് മുൻപേ എവിടെയൊക്കെ മടക്ക് വരുമോ എന്നുള്ളത് ആ ഒരു കട്ട് ചെയ്ത അണ്ണാൻകുഞ്ഞിൻ്റെ മുകളിലോട്ട് വെച്ച് വ്യത്യാസം കൂടാതെ അതിൻ്റെ ഓരോ ഭാഗവും ഇതിപ്പം ഞാൻ ആ മൂക്ക്, അതായത് ആ ഒരു ഭാഗം തൊട്ടാണ് നോക്കി വളച്ച് മടക്കി എടുത്ത് കൊണ്ടുവരുന്നത്. അപ്പം ഈ ഒരു B7000 എന്നൊരു ഗമ്മ് ഹൈപ്പറാണ്, നല്ല സൂപ്പറാണ്. അത് വെച്ച ഉടനെ തന്നെ ഒട്ടിക്കണ്ട. ഇതിപ്പം ഞാനത് നോക്കി അത് എവിടെയൊക്കെയാണ് ഒരു മടക്ക്, ഏത് മടക്കായാലും ആ ഒരു കോർണർ വെച്ച് കുറച്ചും കൂടി സ്പേസ് വിട്ടിട്ട് വേണം മടക്കാൻ. കാരണം അത് കഴിഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് ഒട്ടിച്ചൊട്ടിച്ചെടുത്ത് വരാനായിട്ട്. ഇത് ഈ ഒട്ടിക്കുന്ന മാത്രമേ ഉള്ളൂ കുറച്ച് ബുദ്ധിമുട്ട്. അത് ആ ഒരു ഷേപ്പിനെ നിർത്തി പോണതായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മടക്കിയെടുക്കണം. കേട്ടോ, ചെവിയുടെ ഭാഗം വന്നപ്പോൾ അവിടെ മടക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. സിമ്പിളാണ്, ചെയ്ത് നോക്കണം, എല്ലാവരും ചെയ്ത് നോക്കണം. നല്ല കഴിവുള്ള എൻ്റെ കുഞ്ഞുങ്ങളുണ്ട്, അപ്പോൾ അവരെല്ലാം നല്ലതുപോലെ തന്നെ ചെയ്ത് നോക്കാൻ പറ്റും. നല്ല സൂപ്പർ ഐറ്റമാണ്. എല്ലാം ചെയ്തെടുക്കാം. ഫ്ലവർ വേസ് ചെയ്തിട്ടുണ്ട്, ബട്ടർഫ്ലൈ ചെയ്തിട്ടുണ്ട്, ഇഷ്ടംപോലെ. അതുപോലെ തന്നെ ഇത് നമുക്ക് ചെയ്തെടുത്താൽ ഇത് വെയ്റ്റ്ലെസ് ആയതുകൊണ്ട് ഡബിൾ ടേപ്പ് ഒട്ടിച്ച് വോളിൽ വേണമെങ്കിലും ഒട്ടിച്ചെടുക്കാം. അതങ്ങനെ തന്നെ ഇരുന്നോളൂ, ഒരു കുഴപ്പമില്ല. നമുക്ക് അതേപോലെ തന്നെ വോളിൽ ഒട്ടിച്ചെടുക്കാവുന്ന ഒരു സൂപ്പർ ക്രാഫ്റ്റ് ഐറ്റമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു നീളത്തിലുള്ള സ്കെയില് മടക്കി എടുക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ നമുക്ക് മടക്കി അത് ഒട്ടിച്ച് നോക്കിയെടുക്കാം. കാരണം ഒരുപാട് ആ ഒരു ബോർഡർ, നമ്മൾ ആ ഒരു അണ്ണാൻകുഞ്ഞിൻ്റെ ബോർഡർ ലൈൻ വരച്ചില്ലേ, അത് ഒരുപാട് വീതിക്ക് ബാക്കിലോട്ട് ഇടരുത്. കറക്റ്റ് സെയിം ലെവലിൽ വെച്ച് വേണം ഒട്ടിച്ചെടുക്കാൻ. ഒരുപാട് വെളിയിലോട്ട് ഇടേണ്ട കാര്യമില്ല. ബോർഡർ കറക്റ്റ് ബോർഡർ വെച്ച് കണ്ടില്ല, അതിൽ എല്ലാത്തിനും ചുറ്റും നമ്മൾ ബോർഡർ വരച്ച് വളരെ സാവകാശം എല്ലാത്തിൻ്റെ ബോർഡർ ആദ്യം വരച്ച് ഇട്ടിട്ട് B7000 എന്ന ഗമ്മാണ്. ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് കുറേ നാളായി. 79 റുപ്പീസാണ്. പക്ഷേ ശരിക്കും അതിൽ ഗ്ലൂ ഉണ്ട്, നല്ല
ഗ്ലൂ ഗണ്ണിൻ്റെ അത്ര എഫക്റ്റോടുകൂടിയുള്ളൊരു ഗ്ലൂ ആണ്. ഒട്ടുമുക്കാലെല്ലാം നമുക്ക് ഇതിൽ ഒട്ടിച്ചെടുക്കാം. സാരിയിൽ സീക്വൻസും എല്ലാം ഇത് നമുക്ക് ഒട്ടിച്ച് ചെയ്യാവുന്ന ഒരു ഗ്ലൂ ആണിത്. ഇനി കണ്ടില്ല, അത് വാൽ ഭാഗം വരെ ഒട്ടിച്ച് കഴിഞ്ഞ് ആ വാലിൻ്റെ ആ ഒരു വളവിന് മടക്കിയിട്ടാണ് ഷേപ്പിന് വളച്ച് കൊണ്ടുവരുന്നുണ്ട്. വളച്ച് കൊണ്ടുവരികയാണ് ആ വാലിന്. നമ്മൾ പിടിച്ച് അത് മാത്രം ശ്രദ്ധിക്കണം. കണ്ടില്ലേ, കറക്റ്റ് ആ ഒരു സൈഡിൽ ഒരുപാട് കണ്ട ഒട്ടിച്ച് കുറച്ച് മടക്കി ഈ മടക്കുകളെല്ലാം, ഈ കാണിക്കുന്ന ഈ മടക്കുകളെല്ലാം ഇതിൽ ഒട്ടിക്കുന്നതിന് മുന്നേ നമ്മൾ മടക്കി വെച്ചതാണ്. മടക്കി വെച്ചിട്ടുള്ളതാണ്. ഇതിലെടുത്ത് വെക്കുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മടക്കാവുകയാണെങ്കിൽ കൂടിയും നമുക്കത് പിടിച്ച് വെച്ച് അതിൻ്റെ കറക്റ്റ് പോർഷൻ വരുമ്പം പിടിച്ച് മടക്കി ഒട്ടിച്ചെടുക്കാവുന്നതുമാണ്. ഈ ഒരു കാര്യം, ഈ ഒരു സ്കെയിൽ മടക്കി കൊണ്ടുപോകണ കാര്യമേ ഉള്ളൂ ബുദ്ധിമുട്ട്. ബാക്കിയെല്ലാം നമുക്ക് തോന്നുന്ന കണക്ക് ചെയ്യാവുന്നതാണ്. എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മളൊരു ലെയർ കൊണ്ട് ഈ B7000 കൊണ്ട് കംപ്ലീറ്റ് ഇട്ടതിന് ശേഷം, ഔട്ട്ലൈൻ ഇട്ടതിന് ശേഷം മുകളിൽ എടുത്ത് വെക്കുക മാത്രം ചെയ്താൽ മതി. കുറച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓൾറെഡി ആയി കഴിയും. സൂപ്പറായിട്ട് നിമിഷ നേരം കൊണ്ട് നമുക്ക് ചെയ്യാം. പക്ഷേ ഈ വളവുകൾ വളച്ചെടുക്കുന്ന കുറച്ച് ബുദ്ധിമുട്ട്, ക്ഷമയോട് നമ്മൾ വളച്ചെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പം കുറച്ച് ബാക്കി നീളത്തിൽ ഈ ഒരു സ്കെയിലാണ് നമ്മൾ കട്ട് ചെയ്തത് ഷേപ്പ് ആക്കുന്നത്. ഒരു ഷേപ്പ് നമ്മൾ വരച്ച്, ഏത് ഷേപ്പ് ഫ്ലവറെങ്കിൽ ഫ്ലവർ നമുക്കിതുപോലെ ചെയ്യാം. റോസ് ഫ്ലവർ അതിനിപ്പോൾ ഞാൻ ചെയ്തിട്ടില്ല. റോസ് ഫ്ലവർ നമുക്കിതിൽ ഷേപ്പ് എടുത്ത് കട്ട് ചെയ്ത് അതും ഇതുപോലെ ബോക്സുകളാക്കി അതിനുശേഷം അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടുന്ന ഡെക്കറേഷൻ ചെയ്യാം. ഔട്ട്ലൈൻ മാത്രം കിട്ടിയാൽ നമുക്ക് വേണ്ടുന്ന ഡെക്കറേഷനും ചെയ്യാം, അല്ലാതെ കളറിങ് ആണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഒരു നല്ലൊരു ഗ്ലാസിൻ്റെ ഒരു ഇത് കിട്ടും നമുക്കൊരു അതേ എഫക്റ്റ് നമുക്ക് ഈ ഒരു ഗ്ലാസ് ഷീറ്റിൽ കിട്ടുമെന്നുള്ളതാണ്. അത് ഒട്ടിച്ചെടുക്കാൻ കുറച്ച് കാരണം ആ ഒരു സ്കെയിലെന്ന് പറയുന്നത് മറ്റുള്ള ഭാഗത്തോട്ട് ഒട്ടിപ്പിടിച്ച് പോകാതിരിക്കാൻ, വിട്ട് കൊടുക്കാതിരിക്കാൻ നമ്മൾ അവിടെ കൊണ്ടുവരണം. അത്രയും ഭാഗം കൊണ്ടുവന്ന് സ്ട്രെയിറ്റ് ആക്കി വെച്ച് കറക്കി കൊണ്ടുവരണം. ആ വാല് കഴിഞ്ഞിട്ട് ഒരൊറ്റ സ്കെയിലാണേ 5 എണ്ണമാണ് നമ്മൾ ഈ ഒരു സ്കെയിലായിട്ട് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. അപ്പം അത്രയും ഭാഗം നമ്മൾ കവർ ചെയ്ത് ലാസ്റ്റ് കൊണ്ടുവന്ന് ഇനി അതിൻ്റെ അകത്ത് ഡെക്കറേഷൻ ചെയ്യുന്നതെന്ന് കണ്ടല്ല. ആ ഒരു യെല്ലോ എന്ന് പറയുന്നത് ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റാണ്. ഇഷ്ടമുള്ള കണക്ക് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ, എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നി. ആ ഫ്ലവറും ഇതുപോലെ വെക്കണമെന്ന് തോന്നി. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഗ്ലിറ്റേർഡ് ഫോം ഷീറ്റ് ഒട്ടിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് ഗ്ലിറ്റേർഡ് ആയിട്ടുള്ള സീക്വൻസ് വിതറുകയോ ഫ്ലവർ കട്ട് ചെയ്ത് ഒട്ടിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, എനിക്കതിൽ 3 ഫ്ലവർ ഓൾറെഡി ഞാൻ കട്ട് ചെയ്തിട്ടുള്ളതുണ്ടായിരുന്നു. അതുകൊണ്ട് ഫ്ലവറും വെച്ച് വളരെ മനോഹരമായിട്ട് ഇതിപ്പം എടുത്ത് വെച്ചതേ ഉള്ളൂ. അവിടെ സ്റ്റാൻഡ് ബൈ സ്റ്റാൻഡ് ഇരിക്കുകയും ചെയ്യുന്നുണ്ട് മനോഹരമാണ്.